ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം വിശേഷപ്പെട്ട അലങ്കാരമായിരുന്നു. കാളിയമർദ്ദന നടനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്തെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള ഉണ്ണിക്കണ്ണനെയും ചാർത്തിയിട്ടുണ്ട്. നല്ല രസത്തിൽ തന്നെ കാളിയനെയും ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലത്തെ തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ 2 ഉണ്ടമാലകൾ. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളുണ്ടായിരുന്നു. അത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. അതിങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറിയിട്ടാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയും തുളസിയും കൂടിയിട്ടാണ് കേട്ടോ കോർത്തിട്ടുണ്ടായിരുന്നത്. അതിന് നടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാളിയമർദ്ദനം നടനമാടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള അലങ്കാരം ഉണ്ടായിരുന്നത്. നെറ്റിയിലൊരു ഗോപി തിലകവും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. കാതുകളിൽ വലിയ കാതുപൂക്കളുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ചിരിയൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ചിരിക്കുന്നത്. എന്നാലും ആ ചിരിക്കും എന്തോ ഒരു പ്രത്യേക ഭാവമുള്ളതുപോലെ ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകത ആ ചിരിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ എനിക്ക് മാത്രമായിട്ട് തോന്നിയതാണോ എന്നറിയില്ല. എന്നിരുന്നാലും എന്തോ ഒരു പ്രത്യേകത ആ ചിരിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെ 2 മാലകളുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. വലത്തേ കയ്യിൽ ആ പൊന്നോടക്കുഴലുണ്ട്. എപ്പോഴും ഉണ്ടാവില്ലേ, കാളിയമർദ്ദനം ആടുന്ന സമയത്ത് വലത്തേ കയ്യിൽ മിക്കപ്പോഴും പൊന്നോടക്കുഴലുണ്ടായിരിക്കാം. ഇടത്തേ കയ്യിലാകട്ടെ കാളിയൻ്റെ ആ നീണ്ട വാലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഒരു കുഞ്ഞു പട്ടുകോണകൊക്കെയാണ് കേട്ടോ ഇന്നലെ. എന്നിട്ട് 2 കുഞ്ഞി കാലുകളിലും കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കാളിയൻ്റെ ആ ശിരസ്സിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തൊരു ഭാഗ്യമല്ലേ, എന്തൊരു പുണ്യവാനാണല്ലേ കാളിയൻ. ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ ശിരസ്സിൽ അങ്ങനെ തട്ടാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകി. അതേപോലുള്ള ഭാഗ്യം നമുക്കും നൽകണേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. നന്നായി ശിരസ് നമിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചോളൂ. എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോണത്. നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. കാരണം ഇന്ന് ഗണപതിക്ക് ശുദ്ധിയൊക്കെയാണ്. അതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു നല്ല ചുവപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ. നല്ല തിളക്കമൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒരു ബ്രൗൺ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. കഴുത്തിൽ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു പാലക്കമാലയുണ്ട്, പിന്നെ വേറൊരു മാലയുണ്ട്. തുമ്പിയിൽ ഒരു കുഞ്ഞു പൊട്ട്, സ്വർണ്ണപ്പൊട്ട്, നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട്. എന്നിട്ട് ഈ തെച്ചിപ്പൂവിൻ്റെ ഇതൾ കൊണ്ട് 3 ഇതൾ കൊണ്ട് ഒരു പ്രത്യേക അലങ്കാരം. പിന്നെ ഓരോ ഇതളുകൾ ഇങ്ങനെ ആ തുമ്പിയുടെ ആ ഒരു തുമ്പി മൊത്തം ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. കാതുകളിൽ പൊട്ടുകളൊന്നും വെച്ചിട്ടില്ല. ഗണപതിയുടെ വലിയൊരു കിരീടമാണ് ശിരസിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ഗംഭീര ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചോളൂ. എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിലെ.